ഡെയിലി ഒരു പെഗ് കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നു, അത് ശരിക്കും നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യർ വരെയുണ്ട്. അത് ശരിക്കും ശരിയാണ്? ലിവറിനെ സംബന്ധിച്ചോളം ഡെയിലി ഒരു പെഗ് 2 പെഗ് 1 പെഗ് എടുക്കുന്നത് നല്ലതല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു കോൺസെപ്റ്റ് ഇടയ്ക്കൊരു ഹാർട്ട് ഡിസീസസിന് ചിലപ്പോൾ ലിവർ ആൽക്കഹോൾ വളരെ മൈൽഡ് എമൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു കാർഡിയക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നൊക്കെ ഇടയ്ക്കൊരു സ്റ്റഡീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്റ്റഡീസ് ഒക്കെ തന്നെ ഡിസ്പ്രൂവൺ ആണ്. കാരണം അവർക്കുണ്ടാവുന്ന ലിവർ റിസ്ക്കും അവർക്കുണ്ടാവുന്ന ക്യാൻസറിൻ്റെ റിസ്ക്കും ബാക്കി അവയവങ്ങൾക്കുണ്ടാവുന്ന റിസ്ക്കും അതിനെ വളരെയധികം എന്തായാലും പറയുന്നത് കൂടുതലാണ് മറ്റേ കാർഡിയക് പ്രൊട്ടക്ഷൻ ഉള്ളതിനെക്കാട്ടി. അതും വളരെ മൈൽഡ് എമൗണ്ട്സിലാണ് ഈ കാർഡിയക് പ്രൊട്ടക്ഷൻ ഒക്കെ പറയുന്നത്. നമ്മുടെ ആൾക്കാർ എടുക്കുന്ന എമൗണ്ട്സിലൊന്നും അല്ല. ലിവറിനെ സംബന്ധിച്ചിടത്തോളം നോ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ഇസ് സേഫ്, ദാറ്റ് ഇസ് ഡെഫിനിറ്റ്. കാരണം എത്ര കുറച്ച് ആൽക്കഹോൾ എടുത്താലും ആൽക്കഹോൾ ഇസ് മെറ്റബലൈസ് ബൈ ദ ലിവർ. ആൽക്കഹോൾ എന്ന് പറഞ്ഞൊരു ടോക്സിനാണ്. നമ്മുടെ ടോക്സിൻസ് ഒക്കെ ശരീരത്തിൽ മെറ്റബലൈസ് ചെയ്യുന്ന ലിവറാണ്. അപ്പം നമ്മൾ കുറച്ച് ആൽക്കഹോൾ എടുത്താലും അത് ലിവർ തന്നെയാണ് മെറ്റബലൈസ് ചെയ്യുന്നത്. അത് ഈ ലിവറിന് റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ആ കുറച്ച് ടോക്സിൻ എടുത്താലും ലിവർ റീജനറേറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് ലിവറിന് കേടുണ്ടാക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി ഇഫ് യു ആർ ഡയഗ്നോസ് വിത്ത് എ ലിവർ ഡിസീസ്, അതായത് ഒരു ഗ്രേഡ് 2 ഗ്രേഡ് 3 ഫാറ്റ് ലിവർ, അല്ലെങ്കിൽ യു ഹാവ് എ സിറോസിസ്, ദെൻ ഡെഫിനറ്റ് ആയിട്ട് ആൽക്കഹോൾ എടുക്കാൻ പാടില്ല. കാരണം എസ്പെഷ്യലി ഒരു സിറോസിസ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ സിറോസിസ് ഉള്ള ഒരാൾ മദ്യപിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വരുന്ന ലിവർ ഡാമേജ് വിൽ ബി പെർമനന്റ്. അപ്പോൾ ആ ലിവർ ഫംഗ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ 70% എത്തുമെന്നല്ല, അതിങ്ങനെ ഓരോ ആൽക്കഹോൾ എടുക്കുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സിറോസിസ് ഉള്ള ആൾക്കാരൊന്നും ഡെഫിനറ്റ് ആയിട്ട് ആൽക്കഹോൾ തൊടാനേ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ അഡ്വൈസ്.